നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ സംഘത്തിന്റെ കായംകുളത്തെ തേർവാഴ്ചയാണ് ഈ കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ശ്രമിച്ച അംഗപരിമിതനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് പിടിച്ചു മാറ്റുന്നതിനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അജിമോനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ കടുത്ത പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, നവകേരള മാർച്ച് ആലപ്പുഴ ജില്ലയിൽ എത്തിയത് മുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ തേർവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. പോലീസ് പോലും നോക്കുകുത്തിയാവുന്ന കാഴ്ച. എന്താണ് അവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? ടോമ, വളരെ അപലപനീയമായ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളുമാണ് ഈ നവകേരള സദസ്സിന്റെ യാത്ര ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് ഒരിക്കലും ഇടതുപക്ഷം എതിരല്ല എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷം അത്തരത്തിൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഒരുപാട് നടത്തി ജനങ്ങൾക്കിടയിൽ ഇടം പിടിച്ച ഒരു സംവിധാനമാണ്. പക്ഷേ അത്തരം ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ഇപ്പോൾ അംഗീകരിക്കാനാവുന്നില്ല എന്നുള്ളതിന്റെ നേർക്കാഴ്ചയായിരുന്നു ആലപ്പുഴയിൽ ഇന്നലെ വൈകുന്നേരം മുതൽ അരങ്ങേറിയ സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടക്കത്തിൽ, അതായത് നവകേരള സദസ്സിന്റെ തുടക്കത്തിൽ വാഹനം ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നപ്പോൾ മുതൽ പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇന്നലെ 3:30 ആലപ്പുഴ നഗരത്തിൽ, അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ പര്യടനത്തിന് ശേഷം ബസ് ജലാശുപത്രി ജംഗ്ഷൻ കടന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിലേക്ക് പോകുന്ന വഴിയിൽ പ്രതിഷേധവുമായി നിന്ന 2 ചെറുപ്പക്കാർക്കാണ് ഗുരുതരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. അതിൽ ഒരു പ്രത്യേകത ആ സംഭവത്തിനുണ്ടായിരുന്നു. അതായത് ഈ 2 ചെറുപ്പക്കാർ, അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തോമസും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ ജലാശുപത്രി ജംഗ്ഷന്റെ റോഡിന്റെ അരികിൽ നിന്ന് പ്രതിഷേധിക്കുമ്പോൾ ആദ്യം ഇവരെ അരൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. യാതൊരു പ്രതിഷേധങ്ങളും ഇല്ലാതെ തന്നെ ഈ അരൂർ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിക്കുമ്പോൾ ഈ പ്രതിഷേധക്കാർ ഒരു സൈഡിലേക്ക്, അവർ അപ്പോഴും സൈഡിൽ നിന്നാണ് തുടക്കം മുതൽ ഇത് ചെയ്തിരുന്നത്, അവർ അരികിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ പിന്നീട് കണ്ട സംഭവങ്ങളാണ് വളരെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം പുറകെ വന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സ്ക്വാഡിന്റെ സഞ്ചരിച്ചിരുന്ന വണ്ടിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമപ്രവർത്തകനെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ തന്നെയാണ് ഇത്തവണയും ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി ആദ്യം ഇറങ്ങുന്നത്. നമ്മൾ ഇതുവരെ മുഖ്യമന്ത്രിയുടെ പലയിടങ്ങളിലും മുഖ്യമന്ത്രി വരികയും ഈ സുരക്ഷാ സേനയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവർ വലിയ ലാത്തികളുമായാണ് ആ വാഹനത്തിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ ലാത്തിയുമായൊന്നും നമ്മൾ ഇവരെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവർ ലാത്തിയുമായി പുറത്തേക്ക് ഇറങ്ങുകയും ആദ്യ അടി ഈ അനിലാണ് അടിക്കുന്നത്. അത് പുറകിൽ നിന്ന് ആ വാഹനം നിർത്തിയിട്ട് ഈ 2 ചെറുപ്പക്കാർക്കിടയിലേക്ക് അവർ ഓടി വരുന്നു. ഇതൊന്നും അറിയാതെ തിരിഞ്ഞു നിന്ന് പോലീസ് ഇവരെ പിടിക്കുകയാണ്. ആദ്യത്തെ അടി അടിക്കുമ്പോൾ അത് പോലീസുകാരുടെ ദേഹത്താണ്, അരൂർ SIയുടെ ദേഹത്താണ് കൊള്ളുന്നത്. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ അടി അനിലടിക്കുന്നത് ആ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് തലയ്ക്കാണ്. 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു തോമസിന്റെ തലയ്ക്ക്. അടിയേറ്റ് അവിടെ വീണ് പോകുന്നു. അജയും വീഴുന്നു. പക്ഷേ ഈ വീണ പ്രവർത്തകരെ പിന്നീട് വളഞ്ഞിട്ടടിക്കുന്ന, അതായത് ആ സുരക്ഷാ ടീമിലെ ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്ന് വളഞ്ഞിട്ടടിക്കുമ്പോൾ ലോക്കൽ പോലീസ് അവിടെ അന്താളിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ലോക്കൽ പോലീസിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണ് വട്ടം കയറി വന്ന് അവരെ എടുത്ത് മാറ്റി കൊണ്ടുപോകുന്നത്. പക്ഷേ ഇത്രമാത്രം പ്രകോപനപരമായി 2 ചെറുപ്പക്കാരെ, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനുള്ള പ്രകോപനം എന്താണെന്ന് ചോദിച്ചാൽ അത് സാധാരണക്കാരന് അതിനൊരു ഉത്തരം നൽകാനായി കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ഉത്തരം ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മാധ്യമങ്ങൾക്ക് മറ്റെന്തോ ലക്ഷ്യമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മാധ്യമങ്ങൾ മറ്റു രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായി ശ്രമിക്കുന്നു. പ്രതിപക്ഷം ഈ സദസ്സിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ അടക്കം സമീപിക്കുമ്പോൾ നവകേരള സദസ്സുമായി സഹകരിക്കാൻ തയ്യാറാകണം പ്രതിപക്ഷമെന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇന്നും ഈ നടപടിയെ ന്യായീകരിക്കുകയാണ്. അതായത് കണ്ണൂർ തുടങ്ങിയതാണ് ഈ ന്യായീകരണം. ഇതൊക്കെ ഒരു ജീവൻ രക്ഷാ മാർഗമാണ് എന്ന രീതിയിലൊക്കെ ന്യായീകരിക്കുന്നൊരു സമീപനമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കരിങ്കൊടി പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവത്തിലും സമാനമായ രീതിയിൽ തന്നെ ഒരു ന്യായീകരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക നടപടി എന്നായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൻ്റെ മുന്നിൽ ചില ആളുകൾ ഇന്നലെ ചാടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് നേരത്തെ ഒഴിവാക്കപ്പെട്ട ഒരു മുറയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് പിന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരിടത്ത് കണ്ടു, പിന്നെ വീണ്ടും അങ്ങനെ കണ്ടില്ല. ഇന്നലെ ഒരിടത്ത് വാഹനത്തിൻ്റെ മുന്നിൽ ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു, അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതായത് എൻ്റെ വാഹനത്തിൻ്റെ മുന്നിൽ വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാധാരണ യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൂടെയുള്ള പോലീസുകാരെന്ന് പറയുന്നവർ അവർ വളരെ മുന്നിലായിരുന്നു അന്നേരം. നേരെ ഈ പോലീസുകാരാണ് തടയുന്നത് ഞാൻ കണ്ടത്. ശരണ്യ സ്നേഹിതൻ വീണ്ടും ചേർന്നുണ്ട്. ശരണ്യ, മുഖ്യമന്ത്രി ഇന്നും പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സ്വാഭാവിക നടപടി എന്നാണ്. മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണമൊന്നും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. പക്ഷേ നമുക്കറിയാം, കണ്ണൂരിൽ സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസുകാരെ ക്രൂരമായി ചെടിച്ചട്ടി കൊണ്ട് പോലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ നടപടിയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതല ഇപ്പോൾ പോലീസിനാണോ അതോ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് കൈമാറിയിരിക്കുകയാണോ? അങ്ങനെ ഒരുപക്ഷെ സാധാരണക്കാർ തോന്നിപ്പോകും. ടോമ, ഇന്നലെ നടന്ന ഈ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന സംഭവത്തിന് ശേഷം സ്വാഭാവികമായും അതൊരു പ്രകോപനം ഉളവാക്കുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ടീമിൽ നിന്നുള്ള അംഗങ്ങൾക്ക് അങ്ങനെ ഈ സാധാരണ പ്രതിഷേധക്കാരെ മർദ്ദിക്കാൻ കഴിയുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് തൻ്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തന്നോടൊപ്പമുള്ള ആളുകളാണ് അവർ തൻ്റെ സുരക്ഷ മാത്രമാണ് ഒരുക്കുന്നതെന്നാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച 2 പ്രവർത്തകരെ വളരെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി അടിക്കുന്ന രീതിയിൽ, വളഞ്ഞിട്ട് താഴെ വീണ് കിടക്കുന്ന വളഞ്ഞിട്ടടിക്കുന്ന രീതി, അത് ഇടതുപക്ഷത്തിന്റെ രീതിയാണോ എന്നുള്ളതാണ് ഏറെ ചിന്തിക്കേണ്ടത്. കാരണം ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇടതുപക്ഷം. പക്ഷേ അതിൽ നിന്ന് പിന്നീട് കൈതവര ജംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കൈതവര ജംഗ്ഷനിലും സമാനമായ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. കാരണം ഇവിടുത്തെ ഈ അടി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് കൈതവര ജംഗ്ഷനിലെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ അതിശക്തമായി പ്രതിഷേധിക്കുകയും പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധത്തിന് ശേഷം അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും ചേർന്നിട്ടാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്യാനായി ശ്രമിച്ചത്. അവിടെയും ആ അരിശം അടങ്ങിയില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് കൈതവന ജംഗ്ഷന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നത് KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീടാണ്. അവിടെ നിന്ന് നേരെ പോയി MJ ജോബിന്റെ വീട് അടിച്ചു തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. MJ ജോബിന്റെ വീട് അടിച്ചു തകർത്തതിന് ശേഷം അവിടെ വ്യക്തമായി ചെന്ന ആളുകൾ, ഈ പോലീസ് നിൽക്കുന്ന സാന്നിധ്യത്തിൽ തന്നെയാണ് എല്ലാം ഈ സംഭവിക്കുന്നത്. എന്നിട്ടും പോലീസിന് പ്രതികളെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നു. പക്ഷേ സൗത്ത് പോലീസ് ആ സംഭവത്തിനകത്ത് കൂടുതൽ ആളുകളെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ള വിവരമാണ്. നേരത്തെ കാരണം ഇന്നലെ തന്നെ ഈ MJ ജോബിന്റെ വീട് അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ അക്രമങ്ങൾ കേരളത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM-കാരും അഴിച്ചുവിട്ടിട്ടും ഒരു വിധത്തിലുള്ള നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ് ശരണ്യ? അത് നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും. കായംകുളത്തേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ പരിപാടികൾ ഇന്ന് സദസ്സിന്റെ പര്യടനം ആലപ്പുഴ ജില്ലയിൽ പൂർത്തീകരിക്കുകയാണ്. 3 മണ്ഡലങ്ങളിലായാണ് ഇന്ന് പര്യടനമുള്ളത്. അതിൽ 1 കായംകുളം ഇപ്പോൾ കഴിഞ്ഞു, 2 മാവേലിക്കരയും 3 ചെങ്ങന്നൂരുമാണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് പത്തനംതിട്ട ജില്ലയിലേക്ക് വൈകിട്ടോടുകൂടി സദസ്സ് കടക്കും. ഈ കായംകുളത്തെ കാഴ്ചകളായിരുന്നു മറ്റൊരു പ്രത്യേകത. അതായത് ഈ വാഹനം, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ഈ കടന്നു പോകുന്ന പോലീസ് വാഹനങ്ങൾക്കൊപ്പം അകമ്പടിയായി 100ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അവർ നടത്തിയ അഴിഞ്ഞാട്ടമായിരുന്നു ഇന്ന് കായംകുളത്തെ വിവിധ മേഖലകളിൽ നടന്നത്. ഭിന്നശേഷിക്കാരനായ അജയ് എന്ന കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന ഒരാളായ അജയ്, അവിടെ ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹം അവിടെ നിന്ന് പ്രതിഷേധിക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലീസ് പൊക്കി മാറ്റുന്നുണ്ട്. മാറ്റി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യമെന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇദ്ദേഹത്തിന് നേർക്ക് പാഞ്ഞടുക്കുകയാണ്. അതായത് പ്രതിഷേധിക്കുന്നവരെയെല്ലാം പുറകെ പോകുന്ന ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന, ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ വാഹനം നിർത്തി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അജയെയും ഇവർ പോലീസ് അടിക്കരുത്, അജയെ അടിക്കരുതെന്ന് പറയുന്ന ഓഡിയോ നമുക്ക് കൃത്യമായി കേൾക്കാം. അതിനിടയിലാണ് ഇടയിൽ കൂടെ ഓടി വന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ ഒരാൾ മറ്റുള്ളവർ കയറാൻ ശ്രമിക്കുമ്പോൾ പോലീസ് തടയുന്നുണ്ട്. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആഞ്ഞു ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കായംകുളം പുത്തൂരും ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായി. അതായത് അവിടെ പ്രതിഷേധിക്കാൻ നിന്ന ഓരോ സ്ഥലങ്ങളിലെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും
ഒരേ യൂണിഫോമിലുള്ള കുറച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അവിടെ മർദ്ദിക്കുന്ന സംഘത്തിൽ കാണാൻ കഴിയും. അതായത് മുഖ്യമന്ത്രിയുടെ ഈ പൈലറ്റ് വാഹനത്തിനൊപ്പം ഈ ക്രിമിനൽ സംഘങ്ങളും യാത്ര ചെയ്യുന്നുണ്ടോ? അതാണ് പോലീസ് പറയുന്നത് അത്തരം സംഭവങ്ങളൊന്നുമില്ല എന്നാണ്, സർക്കാരും പറയുന്നത് അത്തരം സംഭവങ്ങളൊന്നുമില്ല എന്നാണ്. പക്ഷേ നമുക്കറിയാം KSRTCയുടെ സാധാരണ സർവീസ്, ഓർഡിനറി സർവീസ് പോലും നിർത്തിവെച്ചിട്ടാണ് ഈ വാഹനങ്ങൾക്ക് പോകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുകയുമാണ് ചെയ്യുന്നത്. ചെങ്ങന്നൂർ അടക്കമുള്ള ഇടങ്ങളിലും KSRTCയുടെ സാധാരണ സർവീസുകൾക്ക് നിയന്ത്രണവും നിർത്തിവെക്കലും പല ഇടങ്ങളിലുമുണ്ട്. അവിടെയാണ് ഇവർ റോഡ് നിറഞ്ഞ് പോയി ഈ പ്രതിഷേധം കാണിക്കുന്നത്. കായംകുളത്ത് ആലപ്പുഴ ജില്ലയിൽ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു സംഘം ചെറുപ്പക്കാർ ഈ വാഹനത്തിന്റെ പിറകെ പോലീസ് വാഹനത്തോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിവർത്തികെട്ട കായംകുളം പത്തിയൂരിൽ നിന്ന് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അരിതയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചതോടുകൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ആ വണ്ടി ബ്ലോക്ക് ആവുന്നു, പോലീസ് വാഹനം ബ്ലോക്ക് ആകുന്ന ഉടൻ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പുറകെ സഞ്ചരിച്ച് ഇരുചക്ര വാഹനത്തിലുള്ള പ്രവർത്തകർ ഗുണ്ടാ സംഘങ്ങളെ പോലെ പുറത്തേക്ക് ഇറങ്ങി പോയി ആ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ കൈകാര്യം ചെയ്യാനായി അവർക്ക് പിറകെ ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പത്തിയൂര് പോലീസ് നിവർത്തികെട്ട് അത് അടിച്ചു ഓടിക്കേണ്ട രണ്ട് കൂട്ടരെ, അതായത് യൂത്ത് കോൺഗ്രസിനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അടിച്ചു ഓടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പലയിടത്തും യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രതിഷേധത്തിൽ നിന്ന് മാറ്റുന്നതിനപ്പുറം ഡിവൈഎഫ്ഐക്കാരിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സുകാരെ ഇടികൊള്ളാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഇപ്പോൾ പോലീസിനുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള പ്രകടനമായിരുന്നു ഇന്ന് കായംകുളത്ത് ഉണ്ടായത്. ശരണ്യ, ഇപ്പോൾ നമുക്കറിയാം ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലേക്ക് നവകേരള സദസ് എത്തുകയാണ്. അപ്പോൾ അവിടെയും സമാനമായ രീതിയിൽ തന്നെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകും. തുടർന്ന് മറ്റ് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതേ രീതിയിൽ തന്നെ നേരിടാൻ തന്നെ ആയിരിക്കുമോ ഡിവൈഎഫ്ഐയുടെ നീക്കം? കാരണം മുഖ്യമന്ത്രി പോലും ഇവരെ ന്യായീകരിച്ചുകൊണ്ട് ഈ അക്രമികളെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇതേ മാർഗം തന്നെയായിരിക്കുമോ ഡിവൈഎഫ്ഐ സ്വീകരിക്കുക? ഒരുപക്ഷെ ഈ പ്രതിരോധം തന്നെ തീർക്കാനാണ് സാധ്യത. കാരണം ഭയന്ന് മാറണം എന്നുള്ള നിലവിൽ തന്നെയാണ്. കാരണം ഈ സംഭവങ്ങൾ നമുക്കറിയാമല്ലോ, ഈ ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ ഏറെ ആ ദൃശ്യങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നതാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകരെ തലയടിച്ച് പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത് അങ്ങനെ ഒരു സംഭവം താൻ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നടന്ന, അതായത് കഴിഞ്ഞ ദിവസം ഒരു ക്യാമറമാന്റെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയ ഉണ്ടായ സംഭവത്തെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അത് തനിക്കെതിരെ താൻ കഴുത്തിന് പിടിച്ച് തന്റെ കൂടെയുള്ളവർ പുറന്തള്ളി എന്നുള്ള രീതിയിൽ വളച്ചൊഴിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങളുടെ പ്രശ്നമാണ് ഇതെല്ലാം. തനിക്കെതിരെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ മറ്റൊരു രീതിയിൽ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ള സാധാരണ പഴി, എല്ലാ ദിവസവും പറയുന്ന പഴി ഈ സംഭവത്തിലും മാധ്യമങ്ങൾക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. മറിച്ച് ഇത്രയധികം ചർച്ചയായ ദൃശ്യങ്ങളൊന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു വാക്കുകൊണ്ട് പോലും പരിശോധിക്കാമെന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. പക്ഷേ ആ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് വഴിയെ പോകുന്ന പ്രതിഷേധക്കാരുടെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന ജനാധിപത്യ സ്വഭാവത്തിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്താനുള്ള ഉറപ്പ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി പാലിക്കുന്ന അത്തരം ഒരു മൗനാനുവാദം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു വിഷയത്തെ അദ്ദേഹം ഒന്ന് പരിശോധിക്കാം അല്ലെങ്കിൽ കണ്ടിരുന്നതിന് പോലും അദ്ദേഹം കണ്ടില്ല എന്നത് അദ്ദേഹം ഒരു തർക്കവുമില്ലാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. തനിക്ക് അങ്ങനെ സംഭവം അറിയില്ല എന്നുള്ള കാര്യം. തന്റെ മുന്നിൽ പോകുന്ന ഡ്യൂട്ടിയിൽ യൂണിഫോം ഇട്ട ചില ആളുകൾ ചിലരെ പിടിച്ചു മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. മറിച്ച് ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ലെന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് ആ ചെയ്ത ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി നിയമപരമായ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ തീരുമാനം. അവർ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് ജനാധിപത്യപരമായിട്ടാണ്. പക്ഷേ അതിനെ ജനാധിപത്യ വിരുദ്ധമായി കൈകാര്യം ചെയ്യുന്ന നടപടിയാണ് പ്രതിഷേധാർഹം. ഈ വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതോടൊപ്പം ഈ പോലീസിന്റെ നിഷ്ക്രിയമായ നടപടിക്കെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. സ്പോട്ട്ലൈറ്റ്